ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു ശ്രീജിഷ്. എന്നെപ്പോലെ തിൻ ഐബ്രോസ് ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര തിൻ ഐബ്രോസ് ആണ്, നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ തിൻ ഐബ്രോസിന് ഗ്രോ ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓയിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അറിയാത്തവരുണ്ട്. തിൻ ഐബ്രോസ് ഉള്ളവർ എങ്ങനെയാണ് നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന രീതിയിൽ ഫില്ല് ചെയ്യാന്നുള്ളത് അറിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഐബ്രോ പെൻസിൽ ചൂസ് ചെയ്യാന്നുള്ളതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ തിൻ ഐബ്രോസ്, വളരെ കുറച്ച് ഐബ്രോസ് ഉള്ള എനിക്ക് അതെങ്ങനെയാണ് ഞാൻ ഈ രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഫില്ലൊന്നും ചെയ്യാത്ത എൻ്റെ ഐബ്രോസ് ഇതാ ഇത്രയും തിന്നാണ് കേട്ടോ. ഭയങ്കര ഹെയർ കുറവാണ്, ഐബ്രോസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഒരു +1 പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്യുന്നത്. അപ്പം ഐബ്രോസ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ത്രെഡ് ചെയ്യാനുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ത്രെഡ് ചെയ്യുന്നത്. അവരുടെ കൂടെ പോയി ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം പക്ഷേ ഈ ഐബ്രോസ് വളരെ കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഐബ്രോ പെൻസിൽ ഫസ്റ്റ് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐബ്രോ പെൻസിൽ സാധാരണ എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ആദ്യം പോയിട്ട് വാങ്ങിക്കുക ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിലായിരിക്കും. ഞാനിതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിൽ വാങ്ങിച്ചു. അത് വെച്ചിട്ട് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ശരിക്കും വരച്ച് വെച്ച മാതിരി ഇരിക്കും. അങ്ങനെ കുറേ നാൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരുന്നു കേട്ടോ. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ബ്ലാക്ക് കളർ ഒരിക്കലും യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ അത്രയും ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവുക ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അതൊക്കെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെ ഈ ഒരു കളർ കണ്ടോ, ഇതുപോലത്തെ ഡാർക്ക് ബ്രൗൺ. നമ്മൾ ബ്രൗൺ എന്ന് വിചാരിക്കുമ്പം ഞാനും ആദ്യം വിചാരിച്ചിരുന്നു ബ്രൗൺ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ എടുത്ത് നിൽക്കില്ലേ ബ്രൗൺ കളറായിട്ട്. പക്ഷെ അങ്ങനെയല്ല, ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മാച്ച് ആയിട്ട് വരും. അതുപോലെ എഴുതി വെച്ച പോലെ ഒന്നും തോന്നില്ല. ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നതെന്ന്. ശരിക്കും ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിൽസ് വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഐബ്രോ പെൻസിൽ ഇതായിരുന്നു. അത്യാവശ്യം ആമസോണിൽ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ആർട്ടിസ്റ്റോ ബ്രോ പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സ്പൂലി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ സൈഡിൽ പെൻസിലായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കുറേ അധികം നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ്, ഇതിങ്ങനെ തിരിക്കുമ്പോൾ പെൻസിൽ വരും. അങ്ങനെയാണ് കേട്ടോ. ഇത് നല്ല ഐബ്രോ പെൻസിലാണ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ്. പിന്നെ ഞാൻ കണ്ടത് ഇതിന് ഏകദേശം ഒരു 140 ഒരു 150 ബിലോ ആണ് എപ്പോഴും ഇതിൻ്റെ ഒരു പ്രൈസ് വരാറുള്ളത്. എനിക്ക് തോന്നുന്നു ഓഫ്ലൈനായിട്ടും ഇത് കിട്ടുന്നതാണ് തോന്നുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതായത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ. ഇതിന് 60 രൂപ 70 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചതായി ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടില്ല, ഇത്ര ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ. ഇത് രണ്ടിലും ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ. ഇതിന് വില കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും 150 അടുത്തുണ്ട്. പക്ഷേ ഇത് 60 രൂപ എന്തേ ഉള്ളൂ. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതും നല്ലതാണ് കേട്ടോ, ഇതിന് തെറ്റൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിലും ഇതുപോലെ ഇങ്ങനെ ബ്രഷ് വരുന്നുണ്ട്. പിന്നെ അകത്ത് നമ്മൾ ഇതുപോലെ ഷാർപ്പനർ വെച്ച് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് സാധാ ഒരു പെൻസിൽ പോലെ തന്നെയാണ്. പിന്നെ ഇത് കുറേ അധികം നാൾ നിൽക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. അത്രയും നാൾ ഇത് നിൽക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തീർന്നു പോട്ടോ. നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 months മാക്സിമം 3 months അത്രയൊക്കെ നിൽക്കുള്ളൂ. പക്ഷേ ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഐബ്രോസ് എഴുതാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ ഇത്രയും ആയതുകൊണ്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത്. അപ്പം ബ്ലൂ ഹെവൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇതുപോലെ നമ്മളുടെ കാജലൊക്കെ പോലെ ഇങ്ങനെ തിരിക്കുമ്പം വരും.
അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീർന്നു വന്നത് കേട്ടോ. മറ്റേത് പെൻസിൽ ടൈപ്പ് ആയതുകൊണ്ടാണ് കുറേ നാൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മേക്കപ്പ് മിറർ ഇന്നലെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ, ആമസോണിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ഞാനൊരു മേക്കപ്പ് മിറർ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത്, ഇപ്പോൾ അധികം ഐബ്രോസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഐബ്രോസ് അത്യാവശ്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ വരച്ചു കൊടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെ തിന്നായിട്ടുള്ള ഐബ്രോസ്, ഒട്ടും തന്നെ ഐബ്രോസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം, താഴേന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് പയ്യെ ഇങ്ങനെ വരച്ചു കൊടുക്കും. അവിടെ നിന്ന് താഴെ മാത്രം ഈ ഒരു അറ്റം വരെ. ഞാൻ ഇവിടെ നിന്ന് ഈ അറ്റെത്തുമ്പോൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് നീട്ടിയിടാറുണ്ട് കേട്ടോ, കുറച്ച് ഇങ്ങോട്ടൊന്ന് നീട്ടിയിടും. അങ്ങനെ താഴത്ത് ജസ്റ്റ് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി മുകളിലും ഇതുപോലെ ഈ അറ്റത്തുനിന്ന് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ കറക്റ്റ് നമുക്ക് വേണ്ട ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഈ ഒരു കോർണർ വരെ ഭയങ്കര ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ, അകത്തുള്ള പോർഷൻ ഫില്ലിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ ഷാർപ്പ് ചെയ്തിങ്ങനെ വരയ്ക്കാതെ ഭയങ്കര ലൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച പോലെ എടുത്ത് നിൽക്കും. അങ്ങനെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടം വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സ്പൂലി എടുക്കുക. സ്പൂലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോളൂ. ഇപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് അല്ലേ, ഇങ്ങനെ വരച്ച് വെച്ച മാതിരി ഇല്ല. നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ കൊച്ചു പിള്ളേരെ കണ്ണ് എഴുതി കൊടുക്കുന്ന പോലെ, പിരുക എഴുതി കൊടുക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാകുമ്പം നല്ല രീതിയിൽ നിൽക്കും. ഇപ്പോൾ അതേ കണ്ടോ, 2 ഐബ്രോസിൻ്റെ ഡിഫറൻസ് നോക്ക്, ഇത്രയും ഡിഫറൻസ് വരും. പിന്നെ ഇങ്ങോട്ട് വല്ലതും കയറി പോയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ, ടിഷ്യൂ വെച്ചിട്ടോ എല്ലാം തുടച്ചു കൊടുക്കും. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ നിൽക്കും, ഒട്ടും പോവുമൊന്നുമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യാറുണ്ട്, ഇത് എപ്പോഴും ചെയ്യാറൊന്നുമില്ല, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു ന്യൂഡ് പെൻസിൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഏതാ ബ്രാൻഡ് എന്നുള്ളതൊക്കെ വിട്ടുപോയിട്ടോ, കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പം ഇതുപോലെ ഒരു ന്യൂഡ് പെൻസിൽ എടുത്തിട്ട് ഈ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കും. വരച്ചു കൊടുത്തിട്ട് ഫിംഗേഴ്സ് വെച്ച് തന്നെ അതൊന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യും. ഇതിപ്പോൾ പല മേക്കപ്പ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൈലൈറ്റർ പലരും ഈ ഒരു ഹൈ പോയിന്റിൽ ഇട്ട് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പർപ്പസ് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ എടുത്ത് നിൽക്കും. നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഐബ്രോസ് ആണെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, ഞാൻ ഒക്കേഷണലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ഇപ്പം നല്ല രീതിയിൽ ഒരു നാച്ചുറലായിട്ട് നിൽക്കുന്നില്ല, 2 ഐബ്രോസിൻ്റെ ഡിഫറൻസ് നോക്ക്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റും ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ലെഫ്റ്റും റൈറ്റിലെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈറ്റിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ. അതാ ഇപ്പോൾ കണ്ടോ ഡിഫറൻസ്, എൻ്റെ മുന്നത്തെ ഐബ്രോസ് ഇപ്പോൾ നോക്കിക്കേ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ഇത്തിരി ഡാർക്ക് ആയാലും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഒരുപാട് നമ്മളിങ്ങനെ വരച്ചാൽ ശരിക്കും വരച്ച് വെച്ചാൽ അതിരിക്കും. സോ അങ്ങനെ ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഐബ്രോസ് നല്ല രീതിയിൽ, എത്ര തിന്ന ഐബ്രോസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ തിന്ന ഐബ്രോസ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എങ്ങനെ ഒരു നാച്ചുറലായിട്ട് ഫില്ല് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.